ഞാൻ കർത്താവിനെ വീണ്ടും സ്തോത്രം ചെയ്യുന്നു. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങളെ അധികരിച്ചാണ് നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് കേൾക്കുന്നത്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ എന്നുള്ള ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങളെ പഠിക്കുന്നത്. അവിടെ പൗലോസ് പറയുന്നത് ഈ മൈൻഡിന്റെ അല്ലെങ്കിൽ മനസ്സിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ആ ഭാഗം ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അതായത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവീൻ എന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും മനസ്സ് എന്തുകൊണ്ട് പുതുക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ആ ഭാഗത്തെ എടുത്തത്. കാരണം മനസ്സിൽ ദൈവം എഴുതണമെങ്കിൽ മനസ്സിൽ ഇപ്പോഴുള്ള എഴുത്തെല്ലാം മായ്ച്ചു കളഞ്ഞെങ്കിലേ പറ്റുള്ളൂ. വൈറസ് കയറിയ ഒരു കമ്പ്യൂട്ടറിനകത്ത് പിന്നെ നമ്മൾ എന്തോ ടൈപ്പ് ചെയ്താലും സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നത് വേറെ വല്ലതുമായിരിക്കും എന്ന് പറയുന്നത് പോലെ വൈറസ് കയറിയ ഒരു മൈൻഡിൽ ദൈവത്തിന് അവന്റെ ഇഷ്ടം എഴുതാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് പൗലോസ് പറയാണ്, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല, അതിന് കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളതാണ്. അവയാൽ ഞങ്ങൾ എല്ലാ ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയരുന്ന എല്ലാ സങ്കല്പങ്ങളെയും എല്ലാ ഉയർച്ചയെയും തകർക്കുക. അപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ, സ്ട്രോങ് ഹോൾഡ്സ്. ആ സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കോട്ട എന്ന് പറയുന്നത് പിശാചിന്റെ ഒളിവിടങ്ങൾ എന്ന നിലയിലാണ് പൗലോസ് അവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡികങ്ങളല്ല എന്ന് പറയുമ്പോൾ ഞങ്ങൾ പാവങ്ങളാ, ഞങ്ങൾക്ക് ആത്മാവിന്റെ ആയുധങ്ങളെ ഉള്ളൂ, ഞങ്ങൾക്ക് ജഡത്തിന്റെ ആയുധങ്ങളൊന്നും ഇല്ല എന്ന ഒരു സങ്കടത്തോടെ അല്ല. പ്രത്യുത ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചതുപോലെ ജഡികങ്ങളൊന്നും അല്ല, അതിന് മൂർച്ചയുള്ളതാണ് എന്നാണ് പൗലോസ് പറയുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മൾ പാവങ്ങളല്ലയോ, നമ്മൾ ഈ ജഡത്തിന്റെ ഇച്ഛകളോ ജഡത്തിന്റെ ആയുധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വളരെ പരിതാപകരമായ ഒരു സ്റ്റേജിലാണ് എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. അങ്ങനെയല്ല, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾക്ക് ശക്തിയുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജഡത്തിന്റെ ആയുധങ്ങൾ കൊണ്ട് ഇതിനെ പറിച്ചു കളയാൻ കഴിയത്തുമില്ലെന്നാണ്. അതായത് ആത്മാവ് അല്ലെങ്കിൽ മനസ്സിൽ പിശാച് കെട്ടിയിരിക്കുന്ന സ്ട്രോങ് ഹോൾസിനെ തകർത്ത് കളയാൻ ജഡത്തിന്റെ ആയുധങ്ങൾ കൊണ്ട് കഴിയത്തില്ല. പക്ഷെ ജഡത്തിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇതിനെ നോക്കാൻ പരിശ്രമിക്കുന്ന ഒത്തിരി പേരുണ്ടായിരിക്കാം. പക്ഷെ അതൊരു പരാജയമാണെന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. അപ്പോൾ ഈ ഫോർട്ടിഫൈഡ് ഡ്വെല്ലിംഗ് പ്ലേസ് എന്ന നിലയിലാണ് സ്ട്രോങ് ഹോൾഡിനെ ഉപയോഗിച്ചിരിക്കുന്നത്, ഒരു ഹൈഡിംഗ് പ്ലേസ്. ഞാൻ പറഞ്ഞല്ലോ, കാർഗിലും മറ്റും പാക് പടയാളികള് അവര് കല്ലിന് മറഞ്ഞിരുന്നുണ്ട്, അല്ലെ പാറയ്ക്ക് മറഞ്ഞിരുന്നുകൊണ്ട് വെടിവെക്കുന്നത് പോലെ പിശാച് നമുക്ക് ദൃശ്യമല്ലാത്ത നിലയിൽ നമ്മെ മറഞ്ഞിരുന്ന് ആക്രമിക്കുന്നതായ ഒരു സ്റ്റേജ്. അവിശ്വാസിയുടെ മനസ്സിൽ പിശാച് കയറിയിരിക്കുന്നത് സിംഹാസനത്തിൽ തന്നെയാണ്. ഈ കാലഗതി അനുസരിച്ച് പോകുന്ന ജനങ്ങൾ ആർക്കടിമകളായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവിനും ആകാശത്തിന്റെ അധിപതിയായവനും അടിമയായിരുന്നു എന്നാണ് കാലഗതി അനുസരിച്ചിരുന്നവൻ. അപ്പോഴ് അവൻ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് അവൻ നമ്മുടെ സകല വിചാരങ്ങളെയും അവൻ പിടിച്ചടക്കി. വിചാരങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മോറൽ ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏത് ചിന്തയും അവന് പിടിച്ചടക്കാമായിരുന്നു. കാരണം അവൻ സിംഹാസനത്തിൽ തന്നെ ഇരുന്നത്. ഇപ്പോഴവനെ നമ്മൾ സിംഹാസനത്തിൽ നിന്ന് മാറ്റിയിരുത്തിയെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒളിവിടങ്ങൾ അവൻ കണ്ടെത്തിയിരിക്കുന്നത് കൊണ്ട് മൈൻഡ് തലത്തിൽ, മനസ്സിന്റെ തലത്തിൽ പിശാച് കെട്ടിയിരിക്കുന്ന കോട്ടകളെ നമ്മൾ ഇടിച്ചു കളയണം. അല്ലെങ്കിൽ പറ്റുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് അവൻ എന്തോ ജോലി ചെയ്തോ അതേ ജോലി തന്നെ ഒളിഞ്ഞിരുന്നുകൊണ്ട് അവൻ ചെയ്യും. അതുകൊണ്ടാണ് മിക്കപ്പോഴും വിശ്വാസിയും അവിശ്വാസിയും ജീവിത രീതിയിൽ വലിയ വ്യത്യാസമില്ലാത്തവനായി പോകുന്നത്. നമ്മൾ വിശ്വാസിയാണെന്ന് പറയുമ്പോഴും ചെയ്യുന്ന പ്രവൃത്തി പഴയ കാലത്തെ പ്രവൃത്തി തന്നെയാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, പണ്ട് സിംഹാസനത്തിൽ നിന്ന് പിശാച് ചെയ്ത പ്രവൃത്തി ഇപ്പോൾ ഒളിവിടങ്ങളിൽ ഇരുന്നു കൊണ്ട് അവൻ നിർവഹിക്കുന്നുവെന്നാണ്. എന്റെ ജീവിതം ദൈവാനുരൂപമായി വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പോഴും പിശാചിന്റെ സ്ട്രോങ് ഹോൾഡ് എന്നിൽ എവിടെയോ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ സ്ട്രോങ് ഹോൾഡ് എന്താണോ അത് വലിച്ചു താഴെ ഇടണം. എവിടെ നിന്ന്? മൈൻഡ് തലത്തിൽ നിന്ന്. ഈ സ്ട്രോങ് ഹോൾഡ് മൈൻഡ് തലത്തിലാണെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് വിചാരങ്ങളെ കീഴടക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡ് തലത്തിൽ കയറി കിടക്കുന്ന സ്ട്രോങ് ഹോൾഡ് മാറ്റാനായിട്ട് അല്ലെങ്കിൽ മൈൻഡ് തലത്തിലാണ്, നമ്മുടെ ചിന്തയുടെ ലോകത്തിലാണ് ഇതെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ അതിനോട് പോരാടാനായിട്ട്. അതുകൊണ്ടാണ് ആത്മീക ആയുധങ്ങൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. വാക്കുകളും പോരാ. ഇറങ്ങിപ്പോ സാത്താൻ എന്ന് പറഞ്ഞാൽ അവൻ പോകത്തില്ല. കാര്യം എന്താണ്? അകത്ത് സ്ട്രോങ് ഹോൾഡ് ഇരിക്കുകയാണ്. എങ്ങനെയാണ് വിശ്വാസിയുടെ മനസ്സിൽ സ്ട്രോങ് ഹോൾഡ് പിശാച് ഉണ്ടാക്കിയത്? നമ്മൾ കയറ്റിയിരുന്നതാണെന്നുള്ളതാണ്, കയറ്റിയിരുത്തി എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അത് പക്ഷെ അറിഞ്ഞുകൊണ്ടായിരിക്കാം, അറിയാതെ ആയിരിക്കാം. കാരണം യേശുവിനെ കർത്താവാക്കിയപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും അവനെ നമ്മൾ കർത്താവാക്കിയില്ല. എല്ലാ മണ്ഡലങ്ങളിലും കർത്താവാക്കാഞ്ഞത് കൊണ്ട് ചില മണ്ഡലങ്ങളിൽ ഇപ്പോഴും ആരൊളിച്ചിരിക്കുന്നുണ്ട്? പിശാച് ഒളിച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുവിനെ നമ്മൾ കർത്താവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും അവനെ കർത്താവാക്കണം. ചില
റൂംസ് അവന് നമ്മൾ തുറക്കാതെ ഇട്ട് കൊടുക്കരുത്. ടോട്ടൽ സറണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ജീവിത വ്യാപാര രംഗങ്ങളിലും യേശു കർത്താവായിരിക്കുന്നതാണ്. അതാണ് പൂർണ്ണമായ സമർപ്പണം എന്ന് പറയുന്നത്. അത് ഇന്നത്തെ നമ്മൾ കണ്ടുവരുന്ന സുവിശേഷ പ്രവർത്തനങ്ങൾ കൊണ്ടോ പ്രസംഗങ്ങൾ കൊണ്ടോ ഒരു വ്യക്തിക്ക് അതിന്റെ ആവശ്യം പോലും വ്യക്തമാകുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇന്ന് ആളുകളെ സൺഡേയിൽ ഒരു ആരാധനയ്ക്കാണ് വിളിക്കുന്നത്. അവര് സൺഡേയിലെ 2.5 മണിക്കൂർ നേരത്തേക്കാണ് കർത്താവിന് അവരെ തന്നെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒരു പ്രാർത്ഥനയ്ക്ക്, അല്ലെങ്കിൽ ഒരു വ്യാഴാഴ്ച ആരാധനയ്ക്ക്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിരിക്കട്ടെ. പക്ഷേ അതിനുശേഷമുള്ള സകല ജീവിത വ്യാപാര രംഗങ്ങളിൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന ആര് തന്നെയാണ്? പിശാച് തന്നെയാണ്. കാര്യം ആ മണ്ഡലങ്ങളിലേക്ക് അവർ കർത്താവിനെ സ്വീകരിച്ചിട്ടില്ല, യേശുവിനെ കർത്താവാക്കിയിട്ടില്ല. അവരുടെ ബിസിനസ് അവർ പഴയ പോലെ തന്നെ ചെയ്യുന്നു, അവരുടെ ജോലി അവർ പഴയതുപോലെ തന്നെ ചെയ്യുന്നു, അവരുടെ ജീവിത രീതികൾക്ക് വ്യത്യാസമില്ല, അവരുടെ കുടുംബ ബന്ധങ്ങൾക്ക് വ്യത്യാസമില്ല. കാര്യം അവിടെ ഒന്നും യേശു ആരായിട്ടില്ല, കർത്താവായിട്ടില്ല. പക്ഷെ ആരാധിക്കുന്നുണ്ട്. ജോജി എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഒരിക്കൽ എഴുതിയ ഒരു ആർട്ടിക്കിൾ എന്നെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹം കോട്ടയത്തെ ഒരു പ്രത്യേകത പറഞ്ഞതാണ്. കോട്ടയത്ത് പണ്ട് കച്ചവടക്കാർ ഒത്തിരി ഉണ്ടല്ലോ. സാധാരണ രീതിയിൽ കച്ചവടക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അദ്ദേഹം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. കടയിൽ ചെന്ന് കഴിഞ്ഞാൽ തൊഴിലാളികളെ ചീത്ത വിളിക്കും, 2 കണക്കെഴുതും, ടാക്സ് വെട്ടിക്കും, ഇൻകം ടാക്സ് വെട്ടിക്കും, സെയിൽ ടാക്സും വെട്ടിക്കും, പിന്നെ വരുന്ന കസ്റ്റമേഴ്സിനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിപ്പിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവർക്കും ഏതെങ്കിലും ഒരു ക്ലബിൽ മെമ്പർഷിപ്പ് ഉണ്ട്. ഓരോരുത്തരും താന്താന്റെ നിലയിൽ അത്രയെന്ന് പറയുന്ന പോലെ 25,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെ വാർഷിക ഫീസ് കൊടുക്കേണ്ടതായ ഏതെങ്കിലും ക്ലബിൽ മെമ്പർഷിപ്പ് ഉണ്ട്. അവിടെ പോകും, 2 പെഗ് വീശും, വഴക്കുണ്ടാക്കും. അവിടെ വെച്ച് വഴക്കുണ്ടാക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരോടാണെങ്കിൽ തിരിച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. തിരിച്ച് വന്ന് വീട്ടിൽ വന്നിട്ട് പെണ്ണുമ്പിളയുമായിട്ട് വഴക്കുണ്ടാക്കും. അവിടെ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് പിന്നെ ഒരു 2 പെഗ്ഗൂടെ വീശും, ഓഫായിട്ട് കിടന്നുറങ്ങും. രാവിലെ എണീക്കും, കുളിക്കും, ഒരുങ്ങി സിംപ്ലനായിട്ട്, പുറമെ എല്ലാം നല്ല സിംപ്ലനായിട്ട് നേരെ കടയിൽ ചെല്ലും, തൊഴിലാളികളെ ചീത്ത വിളിക്കും, ടാക്സ് വെട്ടിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ കഴിഞ്ഞ കുറച്ചു നാളായിട്ട് കോട്ടയത്ത് വലിയൊരു വ്യത്യാസമുണ്ട്. വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം നേരെ ക്ലബിൽ പോകുന്നതിന് പകരം വീട്ടിൽ പോയി പെണ്ണുപിള്ളയും കൂട്ടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ആരാധനയ്ക്ക് പോവുകയാണ്. അപ്പോൾ ആരാധന കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കും ബിസിനസിന്റെ അനുഗ്രഹത്തിന് വേണ്ടി. പിറ്റേ ദിവസം രാവിലെ വീണ്ടും എഴുന്നേൽക്കും. രാവിലെ തന്നെ എഴുന്നേറ്റ് രണ്ടുപേരും ഒരുമിച്ച് ബിസിനസിന്റെ മേൽ വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ശാസിച്ച് ബന്ധനങ്ങളെല്ലാം പൊട്ടിച്ച് പ്രാർത്ഥിക്കും. കടയിൽ ചെല്ലും. കടയിൽ ചെന്ന് കഴിഞ്ഞിട്ട് തൊഴിലാളികളെ ചീത്ത വിളിക്കും, കള്ളക്കണക്കെഴുതും, ടാക്സ് വെട്ടിക്കും, എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ചെയ്യും. വൈകുന്നേരം ക്ലബിൽ പോകുന്നതിന് പകരം എങ്ങോട്ട് പോകുന്നു? ആരാധനയ്ക്ക് പോകുന്നു. നമ്മൾ ചിന്തിക്കുന്നത് ഈ ആരാധനയ്ക്കകത്ത് ബാക്കിയൊക്കെ അങ്ങ് മുക്കിക്കളയാമെന്നാണ്. അങ്ങനെ ആരാധനയ്ക്കകത്ത് നമ്മുടെ പാപങ്ങളൊന്നും മുക്കിക്കളയാൻ പറ്റത്തില്ല. ആഴ്ചയിൽ 7 ദിവസം ചെയ്യുന്ന പാപമെല്ലാം കൂടെ, അല്ലെങ്കിൽ രാവിലെ 8 മണി തൊട്ട് രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ ചെയ്യുന്ന പാപമെല്ലാം കൂടെ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിരുന്ന് ആരാധിക്കുമ്പോൾ എല്ലാം അങ്ങ് തീർന്നു പോകുമെന്നാണ് നമ്മുടെ തെറ്റിദ്ധാരണ. അതൊരിക്കലും നടക്കത്തില്ല. അത് ഐസ് ക്യൂബ്സ് വെള്ളത്തിലിട്ടിട്ട് സ്ട്രോ കൊണ്ടൊന്ന് കുത്തിപ്പിടിച്ചേ, സ്ട്രോ മാറ്റി കഴിഞ്ഞാൽ ഇവൻ നേരെ മുകളിലോട്ട് വരും. ഇതുപോലെ ഉള്ളൂ ആരാധനയിൽ നമ്മുടെ പാപങ്ങളൊക്കെ മുക്കിക്കളയാൻ നോക്കുന്നത്. അത് നടക്കത്തില്ല. അതുകൊണ്ട് ആരാധിക്കാൻ വരുമ്പോൾ യേശുവിനെ കർത്താവാക്കിയാൽ പോരാ, നമ്മുടെ ഭവനത്തിൽ അവൻ കർത്താവായിരിക്കണം, ബെഡ്റൂമിൽ അവൻ കർത്താവായിരിക്കണം, ഡൈനിങ് റൂമിൽ അവൻ കർത്താവായിരിക്കണം, അയൽവക്കക്കാരനുമായുള്ള ബന്ധത്തിൽ കർത്താവായിരിക്കണം, വീട്ടുകാരുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവായിരിക്കണം, ബിസിനസ്സിൽ കർത്താവായിരിക്കണം, കണക്കെഴുതുന്നതിൽ കർത്താവായിരിക്കണം. ധനകാര്യങ്ങളിലും ജഡികമായ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ ഇല്ലാതെ യേശുവിനെ സകല മണ്ഡലങ്ങളിലും കർത്താവാക്കുന്നില്ലെങ്കിൽ നമ്മൾ തന്നെയാണ് അവന് സ്ട്രോങ് ഹോൾഡ് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ അവന്റെ ഇഷ്ടം എഴുതാനായിട്ട് നമ്മുടെ മനസ്സ് തുറന്നു കൊടുക്കുകയാണെങ്കിൽ എല്ലാ സ്ട്രോങ് ഹോൾസിനെയും വലിച്ച് താഴെ ഇറക്കിയാലേ പറ്റൂ. ഒരു മുറി പോലും പിശാചിന് കൊടുക്കാത്തവന് മാത്രമേ ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് ചോദിക്കാൻ അവകാശമുള്ളൂ. അല്ലെ കർത്താവ് പറയും, ഞാൻ എവിടെയാണ് എഴുതേണ്ടത്? ഞാൻ എഴുതുന്നതിനെ മുഴുവൻ എന്ത് ചെയ്യുന്നു? പിശാച് പിടിച്ചടക്കുകയാണ്. ഞാനതിൽ പറഞ്ഞ അതുകൊണ്ടാണ് ഒന്നുകൂടെ വിശദീകരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചത്. സാത്താന്റെ പ്രവർത്തന കേന്ദ്രം നമ്മുടെ മനസ്സാണ്. എന്നാൽ നമ്മൾ ചിന്തിക്കുന്നത് വസ്തുക്കളിലാണെന്നാണ് സാത്താൻ പ്രവർത്തിക്കുന്നത്. സാത്താൻ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് മൈൻഡ് തലത്തിലാണ്. സ്ട്രോങ് ഹോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ വസ്തുവിന്റെ മൂലെ കുഴിച്ചിടുന്ന കൂടോത്രത്തിലൊന്നും അല്ല സ്ട്രോങ് ഹോൾഡ് ഇരിക്കുന്നത്. എന്തിനാ അവിടെ വരെ പോകുന്നത്? നമ്മുടെ മൈൻഡിൽ ഇരിപ്പുണ്ടല്ലോ, അവിടെ ഇരിക്കുന്നത് ആദ്യം കള, അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളതൊക്കെ. അതുകൊണ്ട് സ്ട്രോങ് ഹോൾഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് തലത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സ്ട്രോങ് ഹോൾഡിനെ നമ്മൾ തിരിച്ചറിയണം. എവിടെയാണ്, ഏത് മണ്ഡലത്തിലാണ് പിശാചിനെ നമ്മൾ ഇറക്കി വിടാതിരുന്നതെന്ന് നോക്കണം. ഞാൻ പറഞ്ഞല്ലോ,
യേശുവിനെ നമ്മൾ കർത്താവാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സകല വ്യാപാര മണ്ഡലങ്ങളിലും അവനെ കർത്താവാക്കിയാലേ പറ്റുള്ളൂ. അതിനകത്ത് ചില സ്ഥലങ്ങൾ അവനെ ഇറക്കി വിട്ടിട്ടില്ലെങ്കിൽ അത് ഇന്ന് ഇറക്കി വിടണം. നമ്മുടെ മണി മാറ്റേഴ്സിലാണെങ്കിൽ, നമ്മളുടെ പണപരമായ ഇടപാടുകളിൽ പിശാചിനെ കൂട്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വന്നിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവുമില്ല. കാരണം അവൻ നിങ്ങളുടെ ചിന്തകളെ പിടിച്ചടക്കാനായിട്ട് അവനൊരു സ്ട്രോങ് ഹോൾഡ് നിങ്ങൾ പണിത് കൊടുത്തിരിക്കുകയാണ്. നിങ്ങളുടെ ബിസിനസ്സിലാണെങ്കിൽ ആ ബിസിനസ്സിനകത്ത് നിങ്ങൾ പിശാചിനെ കയറ്റിയിട്ടുണ്ടെങ്കിൽ അവനെ ഇറക്കി വിടാത്തിടത്തോളം കാലം ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്താൻ കഴിയത്തില്ല. നിങ്ങൾക്ക് വന്നിരുന്ന് ആരാധിക്കാൻ പറ്റിയേക്കും, പക്ഷെ നിങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രക്ഷിക്കപ്പെടാത്തവനും രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്നവനും തമ്മിൽ ജീവിതത്തിൽ വ്യത്യാസമൊന്നുമില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവനിൽ പിശാചിന്റെ സ്ട്രോങ് ഹോൾഡ് രൂഢമൂലമാണെന്നുള്ളതാണ്. നിങ്ങളുടെ കൂട്ടുകെട്ടുകളിൽ പിശാചിന്റെ ഇടപെടലുകൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ നോട്ടത്തിൽ യുവർ ലസ്റ്റ് ഓഫ് ദി ഐസ്, ദി ലസ്റ്റ് ഓഫ് യുവർ ഫ്ലഷ്, ദി പ്രൈഡ് ഓഫ് ലൈഫ്, നിങ്ങളുടെ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുവെങ്കിൽ എന്താണ്? നിങ്ങൾ പിശാചിന് ഒരു സ്ട്രോങ് ഹോൾഡ് പണിതിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കർത്താവ് ഇറങ്ങി വരാൻ, അല്ലെങ്കിൽ കർത്താവ് അവന്റെ ഇഷ്ടം എഴുതാനായിട്ട് ഉദ്ദേശിക്കുമ്പോൾ അത് ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ വൈറസ് പിടിക്കുകയാണ്. ഇല്ലേ? ടെലിവിഷൻ, ഇന്റർനെറ്റ്, ഫാമിലി ലൈഫ് എല്ലാം നോക്കണം. എത്ര വിശ്വസ്തയോടുകൂടെ ദൈവം ഫാമിലി ലൈഫിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നു. ആ വിശ്വസ്തതയ്ക്ക് മാറ്റം വരുത്തിയിട്ട് നമ്മൾ ഇവിടെ ഇരുന്ന് ഉപവാസം കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. ഏത് വ്യാപാര മണ്ഡലങ്ങളിലും പിശാച് എവിടെയെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് പണത്തോടുള്ള ആഗ്രഹത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ, അധികാരത്തോടുള്ള മോഹത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ, ഏതിലാണെങ്കിലും പിശാചിനെ ഇറക്കി വിടണം. അവന്റെ സ്ട്രോങ് ഹോൾഡ് വലിച്ചിറക്കി കളയണം. എല്ലാ മുറിയിലും അവൻ കയറിയിരിക്കുന്ന ഓരോ മുറിയിൽ നിന്നും നിങ്ങൾ തന്നെ നോക്കി. കാര്യം നിങ്ങളെ ഇരുത്തിയിരിക്കുന്നത്. അത് പ്രവാചകനെയും വരുത്തി ഇറക്കി വിടാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. കാര്യം നിങ്ങൾ കയറ്റിയിരുത്താൻ നിങ്ങൾ ഇറക്കി വിടണം. നിങ്ങൾ നോക്കണം എവിടെയാണ് ഞാൻ പിശാചിനെ കുടിയിരുത്തിയിരിക്കുന്നെന്ന്. അത് നോക്കി അവനെ അവിടെ നിന്ന് വലിച്ചിറക്കിയിട്ട് യേശുവിനെ അവിടെ കയറ്റി ഇരുത്തിയാലേ പറ്റൂ. എങ്കിലേ അവന്റെ ഇഷ്ടം നമ്മിലേക്ക് എഴുതുവാനായിട്ട് കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നിന്റെ ഇഷ്ടം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് കർത്താവേ എന്ന് എത്ര പ്രാർത്ഥിച്ചാലും നിന്റെ ഇഷ്ടം വെളിപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെളിപ്പെടുത്തിയാലും നിനക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല. കാര്യം പിശാച് എന്ത് ചെയ്യും? ദൈവം എഴുതുന്നതിനെ പിശാച് പിടിച്ചെടുക്കും എന്നുള്ളതാണ്.